നേർവഴി. നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ PS-മായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ബിജുകുമാർ PS സാറാണ്. സാറ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തു വരുന്നു. സാർ എവിടെയാണ് ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട്? ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം പ്ലാമോഡിലുള്ള നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ കീഴിലാണ്. അവിടെ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ഇവിടെ എത്തിയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ശരിക്കും എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് WPS, വർക്ക് പ്ലേസ് സൊല്യൂഷൻ. അത് എന്ന് പറയുമ്പോൾ നമ്മളെ കാഴ്ചയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അംഗപരിമിതരായ ആൾക്കാർക്ക് ജോലി ലഭിക്കുമ്പോൾ അവർ ജോലിയിടങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ സോഫ്റ്റ്വെയർ പരമായിരിക്കും. ഇപ്പോൾ കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചാകുമ്പോൾ അവർക്ക് കോഫറ്റേരിയ അല്ലെങ്കിൽ അവരുടെ പ്രമിസസ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മേലധികാരികളുമായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പോൾ ഓരോ ആളും ഫേസ് ചെയ്യുന്നത് ഓരോ പ്രശ്നമായിരിക്കും. ആ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തി 21 ദിവസത്തെ ട്രെയിനിങ് അവർക്കും പിന്നെ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പൊതുവായിട്ടൊരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു രീതിയാണ് വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഇതിൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് പ്രൊഡക്റ്റീവ് ആകുക. ഒരു 35,000 രൂപ 40,000 രൂപ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ ഐഡിയലായിട്ടിരുന്ന് പൈസ വാങ്ങുന്നേക്കാൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എംപ്ലോയിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, എംപ്ലോയറും സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ ഒരു നല്ല റിലേഷൻ ഇവർ തമ്മിലുണ്ടാകുമ്പോൾ കൂടുതൽ ജോലി സാധ്യത കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് വിവിധ മേഖലകളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് SBIയിലാണ് തുടങ്ങിയത്. ഞാൻ SBIയിൽ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിലും അവരുടെ ബാങ്ക് സെൻറ്ററിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ജമ്മു കാശ്മീരും ജാർഖണ്ഡ് ഒഴികെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പോകാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുന്നത്? ഞാൻ എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡിഗ്രി പാസ്സാകുന്ന PG പാസ്സാകുന്ന സമയത്തൊക്കെ ജോലി ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കൊച്ചിലെ തന്നെ മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു, പാട്ടുകളോട് ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ഈ ഓഡിയോ കാസറ്റ് കടകൾ ധാരാളം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു കട ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2008 വരെ അങ്ങനെ ഒരു കട ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 2013 കൊച്ചിയിൽ RCG SRVC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ റോയ് സാറിൻ്റെയും സുനിൽ സാറിൻ്റെയൊക്കെ ശിക്ഷണത്തിൽ കമ്പ്യൂട്ടർ അഭ്യസിക്കുകയാണ്. പിന്നെ സുമേഷ് സാറുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ രംഗത്തോട് വന്നത്. എനേബിൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. അവർ കോൺട്രാക്ട് ബേസ് എടുത്തിട്ട് സബ് കോൺട്രാക്റ്റ് ആയിരുന്നു ഞാൻ SBIയിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വർക്ക് പ്ലേസ് സൊല്യൂഷനുമായിട്ട് പോയത്. വർക്ക് പ്ലേസ് സൊല്യൂഷനിൽ പോയപ്പോഴാണ് എനിക്ക് ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ഈ ജോലിയിലേക്ക് വരുന്നത്. ഞാൻ പഠിച്ച കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറുടെ ജോലിയുടെ ഭാഗം കൂടെ ആയിരുന്നു വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് ഈ SRVCയിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ടാണ്. പിന്നീടാണ് SRVC ഫുട്ബോൾ രംഗത്തേക്ക് മാറിയപ്പോൾ ഞാനിങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ വർക്ക് പ്ലേസ് സൊല്യൂഷൻ ഫോറിൻ കൺട്രീസിലൊക്കെ ധാരാളം പോപ്പുലറായി. ഇവിടെ മാത്രമേ പോപ്പുലർ ആവാതുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനേബിൾ ഇന്ത്യ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തു. അതിൽ സാറിന് ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? അതിൻ്റെ ഒരു പാറ്റേൺ ഇതാണ്. ഓരോ ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. പഠിച്ച ശേഷം അതിനുള്ള പരിഹാരം നമ്മളൊരു ടീമുണ്ട്. എനേബിൾ ഇന്ത്യ ആണെങ്കിൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്ന ഒരു പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ട് ആ പ്രശ്ന പരിഹാരങ്ങൾ നമ്മൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. കോർഡിനേറ്റ് ചെയ്ത് ഒരു കോഴ്സ് പോലെ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ സ്ട്രക്ചർ ബേസിൽ നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കി ആ മൊഡ്യൂൾ ബേസ് ചെയ്ത് 21 മുതൽ 50 ദിവസം വരെയുള്ള ഒരു ട്രെയിനിങ് പാറ്റേൺ ഉണ്ടാക്കി അത് കൊടുക്കും. അത് കൊടുത്ത ശേഷം 6 മാസം, 1 വർഷം, 1.5 വർഷം, 2 വർഷം, ഇങ്ങനെ 4 അവസരങ്ങളിലായിട്ട് ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തും. നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഫലപ്രദമായിട്ടുണ്ടോ, അവരെത്രത്തോളം അത് ഉൾക്കൊണ്ടു എന്നുള്ളത് നോക്കും. അത് അവരുടെ അടുത്ത് മാത്രമല്ല ചോദിക്കുന്നത്, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മേലധികാരികൾ, സഹപ്രവർത്തകർ, ഇവരുടെ അടുത്തൊക്കെ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു രീതി. കമ്പ്യൂട്ടർ ട്രെയിനിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2-3 സാറന്മാർ ചേർന്നിട്ടാണ് കുറെ ഗൈഡ് ചെയ്തതെന്ന്. ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് അതിൽ പഠിപ്പിച്ചു തന്നത്? അവിടെ പഠിപ്പിക്കുന്നത് ബേസിക് നോളജ് ഉണ്ടല്ലോ. അതായത് കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻസ്, വേർഡ്, എക്സൽ, ഓഫീസ് പാക്കേജ് ഉപയോഗിക്കുക, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്.
പിന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ഓഡിയോ എഡിറ്ററാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 2024 നടത്തിയ ഒരു ഡ്രാമ കോമ്പറ്റീഷനിൽ ഞാൻ ബെസ്റ്റ് എഡിറ്ററായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, നാടക സമിതികളിലൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പരസ്യങ്ങൾ, അതുപോലെ നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങളുടെ അനൗൺസ്മെന്റുകൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് റീപ്പർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറാണ്. ഇതിനു മുമ്പേ ഓഡാസിറ്റി, സൗണ്ട് ഫോർജ്, അഡോബ് ഓഡിഷൻ. ഞങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് സ്ക്രീൻ റീഡർ ഉപയോഗിച്ചാണ്. ജോസ്, NVIDIA ഇങ്ങനെ 2 സ്ക്രീൻ റീഡർ ഉപയോഗിച്ചിട്ടാണ്. സ്ക്രീനിൽ എന്ത് കാണിക്കുന്നോ അത് നമുക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഈ അഡോബ് ഓഡിഷനിലൊക്കെ ആക്സസിബിലിറ്റി കുറവാണ്. നമുക്ക് എല്ലായിടങ്ങളിലും വായിച്ചു തരില്ല. റീപ്പർ ഫുള്ളി ആക്സസിബിൾ ആണ്. ലോകത്തെ പ്രമുഖരായ ഒരുപാട് കാഴ്ചയില്ലാത്തവരും ഉള്ളവരുമായ മ്യൂസീഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു ഡോയാണ് റീപ്പർ ആക്ച്വലി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയല്ലേ? പക്ഷെ അത് പഠിച്ചെടുത്തു അല്ലേ? റീപ്പർ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ഒരു ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിയുന്നതും എല്ലാ ട്യൂട്ടോറിയൽസും യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കും. പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ എനിക്ക് ഫോറിൻ ഫ്രണ്ട്സൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഓഡിയോ എഡിറ്റിംഗ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ്. ഈ കൊറോണ സമയത്ത് നമ്മളങ്ങനെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ പേര് അല്ലാതെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല റീപ്പറിൽ മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ റീപ്പർ നമുക്ക് 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് പ്രോഗ്രാമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് നോർമൽ അനൗൺസ്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്ന സുരേന്ദ്ര സാറിൻ്റെ ശിഷ്യനാണ് മൃദംഗത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു റിതം സെൻസ് ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച നോളജ്, ഈ 2 നോളജും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഒരു രസമായിട്ട് തോന്നും ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്ന ജോലിയേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓഡിയോ എഡിറ്റർ എന്നുള്ള രീതി. എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവ് ആകാൻ പറ്റും. തീർച്ചയായിട്ടും. പാട്ടിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പാട്ട് കമ്പോസ് ചെയ്യാണോ, പാടുകയാണോ, എഴുതുകയാണോ, എഡിറ്റിംഗ് ആണോ, എന്താണ് മെയിൻ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൃദംഗത്തിലാണ് എനിക്ക് താല്പര്യം. മൃദംഗം, ചെണ്ട, തബല ഇതൊക്കെ പഠിച്ചു. ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കും. പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സിലാണ്. അത്യാവശ്യം ഡ്രംസ് ഒഴികെ ബാക്കി എല്ലാ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സും കൈകാര്യം ചെയ്യാൻ അറിയാം. ഇത് റെക്കോർഡ് ചെയ്യാറുണ്ടോ ഈ വായിക്കുന്നത്? ഇല്ല, അത് സ്വന്തമായിട്ട് വായിച്ച് റെക്കോർഡ് ചെയ്യാറൊന്നുമില്ല. മൃദംഗത്തിന്റെ ടോണൊക്കെ അതുപോലെ ബാലൻസ് ചെയ്തിട്ടും കൂടിയാണല്ലോ ചെയ്യേണ്ടത് അല്ലേ? അത്രയും വേണം. നമ്മൾ അനൗൺസ്മെന്റുകളും ഡ്രാമകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. അതാകുമ്പോൾ വോയിസ് മാത്രം മതി. ഡ്രാമ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത് അതോ ഡയലോഗും ചെയ്യാറുണ്ട്? എഡിറ്റിംഗ് ആണ് ചെയ്യാൻ. ഇപ്പൊ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ജോലി ചെയ്ത് വരുന്നുണ്ടല്ലോ, അവിടെ ജോലിയുടെ നേച്ചർ എങ്ങനെയാണ്? ശരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് 18-നും 40-നും മധ്യയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കേരളത്തിൽ വളരെ റേറ്റായിട്ട് കൊടുക്കുന്നൊരു കോഴ്സ് CDITന്റെ അംഗീകാരത്തോടു കൂടി ആ സർട്ടിഫിക്കറ്റും വാലിഡാണ്, പ്രൊഫഷണൽ കോഴ്സാണത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ PSC അംഗീകരിച്ച കോഴ്സാണ് ഈ CDIT നൽകുന്നത്. DOA എന്ന് പറയുന്നൊരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. PSC നമുക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വാലിഡായിട്ട് കണക്കാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം CDIT തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ രീതിയൊക്കെ മാറാൻ സമയം. കാരണം ഇപ്പം നമ്മൾ കൂടുതലും ChatGPT, ജെമിനി അങ്ങനെ തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്താണ്, എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആർക്കും ഇപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയ പരിജ്ഞാനം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിപ്പോൾ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കോഴ്സ് കൊടുക്കുമ്പോൾ ശരിക്കും അവർക്ക് വേണ്ടത് അവരുടെ ഒരു പെരുമാറ്റത്തിലുള്ളൊരു രീതിയാണ്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ആ ഒരു ബോധവൽക്കരണം. ഈ സ്ക്രൈബിനെ കൂടുതൽ ആശ്രയിക്കുന്നതുകൊണ്ട് പലർക്കും ഇംഗ്ലീഷ് ഒരു പ്രശ്നമാണ്. ഓരോ തൊഴിലിടങ്ങളിൽ എങ്ങനെ പെരുമാറുക. ഞാൻ ഈ പറഞ്ഞ WPS എന്ന് പറഞ്ഞ സംഭവം ജോലി കിട്ടും മുമ്പേ തന്നെ അവർക്കൊരു ബോധവൽക്കരണമായിട്ട് കൊടുക്കുകയെങ്കിൽ പലർക്കും വലിയൊരു ഉപയോഗമായിട്ട് മാറും. അത്തരത്തിൽ കോഴ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ സംതൃപ്തനാണ്, പ്രശ്നമൊന്നുമില്ല. ബട്ട് എൻ്റെ ഒരു ലക്ഷ്യം ഈ WPS ലെവലിലേക്ക് എല്ലാ കാഴ്ചയില്ലാത്ത ആൾക്കാരെയും എത്തിക്കുക എന്നുള്ളതാണ്. സ്കൂള്, കോളേജൊക്കെ പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് ആദ്യം വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന അന്ധവിദ്യാലയത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്നെ വീട്ടിനടുത്ത് തന്നെയുള്ള RRV രാജാ രവിവർമ്മ ഹൈസ്കൂൾ, അവിടെയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നെ പ്രീ ഡിഗ്രി ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ്, ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു NSS കോളേജ് നിലമേൽ. അത് കഴിഞ്ഞിട്ട് കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഹിസ്റ്ററി തന്നെ MA കഴിഞ്ഞത്. അതിനുശേഷമാണ് എറണാകുളത്ത് പഠിക്കാൻ? ഇല്ല, അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഓഡിയോ കാസറ്റ് രംഗത്തുള്ള സ്ഥാപനം ആരംഭിച്ചത് അല്ലേ? പാട്ട് ഒരുപാട് കേൾക്കാറുണ്ടോ? പാട്ട് ഒരുപാട് കേൾക്കാറുണ്ട്. ഓഡിയോ കാസറ്റ് കട സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞാൻ ഒരു ബിസിനസ് എന്ന ലെവലിലല്ല, പാട്ട് കേൾക്കാനുള്ള താല്പര്യം. പാട്ട് പാടുവോ? ഇല്ല, പാടില്ല. സംഗീതം അറിയാം, പക്ഷെ പാടില്ല. ഈ പ്രധാനമായിട്ട് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പറ്റില്ല. അത് ശരിക്കും എന്നെ മ്യൂസിക്കിലേക്കും എൻ്റെ ഏതെങ്കിലുമുള്ള അറിവുകളിലേക്കും അടുപ്പിച്ചത് ആകാശവാണിയാണ്. ആകാശവാണിയിലെ പണ്ടത്തെ നാടകങ്ങളും അതുപോലെ എല്ലാ പരിപാടികളും, പണ്ട് സ്കൂളിൽ പോയാലും
ബാക്കിയുള്ള ഒഴിവ് സമയങ്ങൾ മുഴുവൻ എൻ്റെ ഗുരുവും വഴികാട്ടിയും ഒക്കെ ആകാശവാണി. റേഡിയോ തന്നെയായിരുന്നു. എൻ്റെ അറിവുകളിലൊരു എന്താ പറയുക, ഒരു 90% നൽകിയത് ആകാശവാണിയാണ്. അപ്പോൾ ഇനിയും വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓഡിയോ പ്രൊഡക്ഷനൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ, ഡ്രാമ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് മാം. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ PS-ഉമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നേർവഴി.